ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഗായ്സ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഏത് മാനേജർ ആയിക്കോട്ടെ യൂസ് ചെയ്യുന്നത് ആ മാനേജേഴ്സിന് ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പല്ലോ പുതിയ വന്ന നമ്മുടെ മാനേജർ കപ്പല്ലോൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ആണ്. നമ്മുടെ ഡിഫൻസിൽ പ്രോപ്പറായിട്ട് ഡിഫൻസ് കിട്ടുന്നില്ല എന്നുള്ള ഇഷ്യൂ. ഡിഫൻസ് പൊട്ടുന്നതല്ല, ഡിഫൻസിന് വലിയൊരു സ്ട്രെങ്ത്ത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ക്വിക്ക് കൗണ്ടർ മാനേജേഴ്സിനെ യൂസ് ചെയ്താൽ അവർ ഫ്രണ്ടിലോട്ടായിരിക്കും മിക്കവാറും ഫ്രണ്ടിലോട്ട് കയറി പോയിട്ടുണ്ടാവും. സോ പെട്ടെന്നൊന്നും പുറകിലോട്ട് ഇറങ്ങി വരില്ല. അങ്ങനെ ഡിഫൻസ് പൊട്ടിയിട്ട് ഓപ്പണൻറ്റ് ഗോൾസും കാര്യങ്ങളും സ്കോറൊക്കെ ചെയ്യുന്നുണ്ടാവും. സോ അതങ്ങനെ മാക്സിമം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. എന്തായാലും മുഴുവനായിട്ട് ഇരുന്ന് കാണുക. സോ പുതിയ ചാനലാണ്, എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഗൈസ് ലോങ് ബോൾ കൗണ്ടറിൽ നല്ല രീതിക്കുള്ള ഡിഫൻസ് കിട്ടുന്ന മാനേജർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മോറിഞ്ഞോൻ്റെ മാനേജർ കാർഡാണ്. നമ്മുടെ പഴയ വന്നൊരു മാനേജർ കാർഡ് ഉണ്ടായിരുന്നു മോറിഞ്ഞോൻ്റെ, അതുണ്ട്. പിന്നെ നമ്മുടെ റൈക്കാർഡിൻ്റെ ഒക്കെ ഉണ്ട്. സോ ഈ റൈക്കാർഡല്ല, ഇപ്പോൾ വന്ന റൈക്കാർഡിൻ്റെതല്ല, ഇതിന് മുന്നേ വന്ന റൈക്കാർഡിൻ്റെതാണ്. സോ ഇത് ക്വിക്ക് കൗണ്ടറാണ്. അപ്പോൾ നമ്മളെ ഡിഫൻസ് പൊട്ടുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളെ ടീം തന്നെയാണ് ഒന്നാമത്തെ ഇഷ്യൂ. അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ ടീം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിഫൻസ് പൊട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഡിഫൻസ് സെറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എൻ്റെ ക്വിക്ക് കൗണ്ടർ, ഈ ഒരു ഫോർമേഷനിൽ ഞാൻ ക്വിക്ക് കൗണ്ടർ മാനേജറിനെയാണ് യൂസ് ചെയ്യുന്നത്. സോ ക്വിക്ക് കൗണ്ടർ മാനേജറിനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡിഫൻസ് എൻ്റെ ടീം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടുള്ള സെൻറ്റർ ബാക്ക് തന്നെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഡിസ്ട്രോയറിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ സെൻറ്റർ ബാക്സിനെ അങ്ങനെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്നല്ല, ഒരു ബിൽഡപ്പ് പ്ലെയറിനെയും പ്ലസ് ഡിസ്ട്രോയർ, നമ്മുടെ ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ കോംബോ ആണ് ബെസ്റ്റായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഡിസ്ട്രോയർ കുറച്ചുകൂടി അഗ്രസീവ് ആയിരിക്കും. ഫ്രണ്ടിലോട്ട് പോയിട്ട് ബോൾ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുന്ന ടൈമിൽ നമുക്ക് സെൻട്രൽ ബാക്കിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ബിൽഡപ്പ് കാർഡേ ഉണ്ടാവും. രണ്ട് ഡിസ്ട്രോയേഴ്സ് ആകുമ്പോൾ അവർ ഫ്രണ്ടിലോട്ടായിരിക്കും കുറച്ച് കയറി നിൽക്കുന്നുണ്ടാവുക. ആ ടൈമിന് നിങ്ങൾക്ക് അവിടെ ഓപ്പണൻറ്റിന് അവിടെ സ്പേസ് കിട്ടും. ഇപ്പോൾ ഒരു സ്പീഡി ആയിട്ടുള്ള CF പ്ലെയർ ആണ് ഓപ്പണൻറ്റിൻ്റെ കാർഡെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് അവിടെ കിട്ടും. സോ അത് ഒരു ബിൽഡപ്പ് ആകുമ്പോൾ ആ ഒരു സ്പേസ് നിങ്ങൾക്ക് മാക്സിമം കുറക്കാൻ പറ്റും. അപ്പോൾ ഒരു സെൻട്രൽ ബാക്കിനെ യൂസ് ചെയ്യുമ്പോൾ ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ കോംബോ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു നൺ പ്ലേയിങ് സ്റ്റൈൽ, ഇപ്പോൾ ഡിസ്ട്രോയർ ആയിക്കോട്ടെ ഒരു ബിൽഡപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു സെൻട്രൽ ബാക്ക്, മറ്റേ സെൻട്രൽ ബാക്കിനെ ഒരു നൺ പ്ലേയിങ് സ്റ്റൈലുള്ള സെൻട്രൽ ബാക്കായിട്ട് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടുള്ള സെൻട്രൽ ബാക്സിനെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ നൺ പ്ലേയിങ് സ്റ്റൈൽ ആയിരിക്കും. അതായത് ഇപ്പോൾ ഡിസ്ട്രോയറിൻ്റെ സിറ്റുവേഷൻ വരുന്നതാണെങ്കിൽ ഒരു ഡിസ്ട്രോയർ എങ്ങനെയാണോ ഡിഫെൻഡ് ചെയ്യുന്നത് ആ ഒരു ടൈപ്പിലായിരിക്കും ഡിഫെൻഡും കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ച് അവർ പെർഫോം ചെയ്യും. അതാണ് നൺ പ്ലേയിങ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നൺ പ്ലേയിങ് സ്റ്റൈലുള്ള ഡിഫൻഡേഴ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ കോസ്റ്റക്കുട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ റൈറ്റ് ബാക്ക് അല്ല ലെഫ്റ്റ് ബാക്ക്, ഏതാണോ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് അല്ല റൈറ്റ് ബാക്കിന് യൂസ് ചെയ്യുന്നത്, അത് നേരെ ഓപ്പോസിറ്റുള്ള ഒരു പ്ലെയർ. അതായത് ഇപ്പോൾ ലെഫ്റ്റ് ബാക്ക് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണെങ്കിൽ റൈറ്റ് ബാക്ക് ഡിഫൻസീവ് ഫുൾ ബാക്കിനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള അറ്റാക്കിങ് കുറയും. എങ്ങനെ ഇപ്പോൾ രണ്ട് സൈഡിലുള്ള അറ്റാക്കിംഗ് ഫുൾ ബാക്ക് പ്ലെയേഴ്സ് ആണെങ്കിൽ മിഡ് കൂടെയൊക്കെ നിങ്ങൾ പാസും കാര്യങ്ങളും പോകുമ്പോൾ ഇവർ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ട് കയറി അങ്ങ് പോകും. ഓക്കെ, ഇപ്പോൾ ക്രോസൊക്കെ കൊടുക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കയറി അങ്ങ് പോകും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലോട്ട് നിങ്ങളുടെ സെൻറ്റർ ബാക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇവർ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലും ഗ്യാപ്പും കാര്യങ്ങളും വന്ന് അവർക്ക് ഓപ്പണൻറ്റിന് ഗോൾസ് അടിക്കാനുള്ള ചാൻസസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെയിനായിട്ട് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിന് ഇടുന്നതായിരിക്കും ഒരു സൈഡ് നല്ലത്. ഓക്കെ, അപ്പോൾ ആ സൈഡ് നിങ്ങളുടെ സെൻട്രൽ ബാക്സിന് നോക്കേണ്ട ആവശ്യമില്ല, മറ്റേ സൈഡ് മാത്രം കവർ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ താഴത്ത് മിനി മാപ്പ് നിങ്ങൾക്ക് കാണാം. ആ മിനി മാപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും പ്ലേയേഴ്സ്
ആ സൈഡിലോട്ട് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റായി പോകുന്നതായിട്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങളിനി കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങൾ പ്ലെയറിനെ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ പ്രോഗ്രഷനും കാര്യങ്ങളും കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അതായത് മറ്റൊന്നുമല്ല ഗൈസ്, നിങ്ങളിപ്പോൾ പ്രോഗ്രഷൻ ഓട്ടോ ഒക്കെ കൊടുത്തോട്ടെ, നിങ്ങൾ കസ്റ്റം ചെയ്യുകയാണെങ്കിൽ മാക്സിമം സെൻറ്റർ ബാക്സിന് ഡിഫെൻസീവ് എബിലിറ്റി മാത്രം കൊടുക്കാതെ സ്പീഡ് കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ എൻ്റെ വൈറ്റിന് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള ഡിഫെൻസീവ് എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പീഡും ഞാൻ ഇവിടെ വൈറ്റിന് ഞാൻ സ്പീഡ് കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലോഫ്റ്റഡും ലോ ഒക്കെ 90 എബോവിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഡിഫെൻസീവ് എബിലിറ്റി 88, അതിൻ്റെ ഒരു റേഞ്ച്, ഒരു റൈറ്റ് ബാക്കിന് വേണ്ട ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡ് കണ്ടില്ല, ഞാൻ 90 ആണ് സ്പീഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ആക്സലേഷൻ അത്യാവശ്യമുണ്ട്, ഫിസിക് ഉണ്ട്, പിന്നെ സ്റ്റാമിന ഉണ്ട്. എനിക്ക് 98 സ്റ്റാമിന ഉണ്ട്. ലാസ്റ്റ് നിമിഷം വരെ വൈറ്റ് നല്ല രീതിക്കുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പീഡ്, ഞാൻ എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ കോസ്റ്റക്കോട്ടനെ ഞാൻ സ്പീഡ് കൺസിഡർ ചെയ്തിട്ടാണ് ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ളത്. കണ്ടില്ല, സ്പീഡ് 91, ഓക്കെ, സ്റ്റാമിന 101. ആ മാനേജറിൻ്റെ കൂടെ വരും. പിന്നെ ഡിഫെൻസീവ് എബിലിറ്റീസ് കണ്ടില്ല, ഓക്കെ, 90ൻ്റെ അടുത്ത്, അതുപോലെ തന്നെ 99, 91. നമ്മളെ സെർജീനോനെ അടുത്തത്. സെർജീനോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർജീനോ ഞാൻ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്യിച്ചതാണ്. സ്പീഡ് കണ്ടില്ല 96. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പീഡ് മാത്രം പോരാ, ഫിസിക്കും കൂടെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഫിസിക്കും കൂടെ മെയിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഡിഫെൻസ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കസ്റ്റം ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഡിഫെൻസീവ് എബിലിറ്റി മാത്രമല്ല, അതിൽ സ്പീഡ് അതുപോലെ തന്നെ ഫിസിക്കലി എല്ലാം കൂടെ പെർഫെക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഒരു സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്കിനെ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ കോസ്റ്റക്കോട്ടയുടെ PP ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് ഡിഫെൻഡിങ് 10, ഏരിയൽ സ്ട്രെങ്ത് 5, ലോ ബോഡി സ്ട്രെങ്ത് 15, പിന്നെ ഡെക്സ്റ്റിലിറ്റി 8. ഈ ഒരു ടൈപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളൊന്ന് സെൻറ്റർ ബാക്കായിട്ട് ട്രെയിൻ ചെയ്തതാണ്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കുക. പിന്നെ വൈറ്റിൻ്റെ വേണമെങ്കിൽ വൈറ്റിന് ഞാൻ പ്രോഗ്രഷൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് 4, 4, 4, 2, 10, 3, 9. അതായത് ഷൂട്ടിങ് 4, പാസിങ് 4, ഡ്രിബിളിങ് 4, ഡെക്സ്റ്റിലിറ്റി 2, ലോ ബോഡി സ്ട്രെങ്ത് 10, ഏരിയൽ സ്ട്രെങ്ത് 3, ഡിഫെൻഡിങ് 9. ഈ ഒരു രീതിക്കാണ്. സോ നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ എൻ്റെത് രണ്ടും, ഒന്ന് ക്രോസ് സ്പെഷ്യലിസ്റ്റും ഒന്ന് അറ്റാക്കിംഗ് ഫുൾ ബാക്കും അല്ലേ, ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും. സോ ഞാൻ സെർജീനോനെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആഡ് ചെയ്തത് ഹെഡ് ചെയ്യുക, ക്രോസ് പെർഫെക്റ്റ് ആയിട്ട് ക്രോസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് മാത്രമല്ല, ഞാനിവിടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനായിട്ട് എൻ്റെ സെർജീനോന് ഞാൻ ഡിഫെൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം അറ്റാക്കിങ് കിട്ടില്ല, ഡിഫെൻസിനും കൂടെ പ്രാധാന്യം പുള്ളി കൊടുത്തോളും. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൂടെ സെറ്റ് ചെയ്യുക. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളും ചെയ്താൽ മതി. എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ്റെ കാര്യങ്ങളെന്ന് ഉള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്പീഡി അതുപോലെ തന്നെ ഫിസിക്കും നല്ല രീതിക്ക് ഡിഫെൻഡിങ്ങും ഉള്ള സെൻറ്റർ ബാക്സിനെ യൂസ് ചെയ്യുക. ഈ ഓവറോൾ നോക്കിയിട്ട് ടീമിനെ സെറ്റ് ചെയ്യാതെ സ്വന്തമായിട്ട് കസ്റ്റം ചെയ്ത് നിങ്ങളുടെ രീതിക്ക് സെൻറ്റർ ബാക്സ് അല്ലെങ്കിൽ ഡിഫൻഡേഴ്സിനെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം കസ്റ്റം ചെയ്ത് ട്രെയിൻ ചെയ്ത് കളിപ്പിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓട്ടോയിലെക്കാട്ടും കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഒന്ന് അതായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നൺ പ്ലേയിങ് സ്റ്റൈലുള്ള ഡിഫൻഡേഴ്സിനൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ കോംബോ യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് 2 ഡിസ്ട്രോയേഴ്സ് കുഴപ്പമില്ലെങ്കിൽ മാറ്റണം എന്ന് ഞാൻ പറയില്ല. ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് അത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡിഫെൻഡിങ്ങിലെ ഇഷ്യൂസ് കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ മാച്ചപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡിഫൻസ് പെർഫെക്റ്റ് ആയിരിക്കും. ഇനി എന്ത് വീഡിയോ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ എന്തായാലും മറ്റൊരു ദിവസം കാണാം. സീ യു ഗൈസ്.